നമസ്തേ. വൃന്ദാവനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അക്ഷയ തൃതീയ ദിനം. വൈശാഖമാസത്തിലെ ഏറ്റവും പുണ്യമായ ദിവസമാണ് അക്ഷയ തൃതീയ ദിനം. ഒരിക്കലും നശിക്കാത്ത, കുറയാത്ത, അനശ്വരമായത്, ഇതെല്ലാമാണ് അക്ഷയ എന്ന വാക്കിൻ്റെ അർത്ഥം. അതുകൊണ്ടുതന്നെ ഇന്ന് കുടുംബത്തിൽ വാങ്ങുന്ന ഏത് വസ്തുവായാലും, ചെയ്യുന്ന ഏത് സൽക്കർമ്മമായാലും അതിനെല്ലാം അനശ്വരമായിട്ടുള്ള നല്ല കർമ്മഫലം ലഭിക്കും എന്ന് വിശ്വസിച്ചു പോരുന്നു. ഇന്ന് നടത്തുന്ന പ്രാർത്ഥന, ദാനങ്ങൾ, ചെയ്യുന്ന പുണ്യപ്രവർത്തികൾ, ഇതെല്ലാം കൊണ്ടു നമ്മുടെ ജീവിതത്തിൽ എന്നും ഐശ്വര്യം യാതൊരു കുറവുമില്ലാതെ നിലനിൽക്കും എന്ന് പറയപ്പെടുന്നു. അക്ഷയ തൃതീയ ദിവസം മഹാലക്ഷ്മി ദേവിയെയാണ് ഏറ്റവുമധികം ഭക്തരെല്ലാം പ്രാർത്ഥിക്കുന്നത്. കാരണം സർവ ഐശ്വര്യങ്ങളുടെയും സമൃദ്ധിയുടെയും പ്രതീകമായ മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നത് വഴി കുടുംബത്തിൽ എന്നും സമൃദ്ധി നിറഞ്ഞു നിൽക്കുന്നതാണ്. വൈശാഖമാസം വിഷ്ണു ഭഗവാൻ ലക്ഷ്മി ദേവിയോടൊത്ത് ഭക്തരെ അനുഗ്രഹിക്കാൻ ഭൂമിയിലേക്ക് വരുന്ന പുണ്യമാസം കൂടിയാണ്. അതിരാവിലെയുള്ള പുണ്യനദികളിലെ സ്നാനം ആരോഗ്യമുള്ള ശരീരവും സർവ ഐശ്വര്യവും നമുക്ക് നൽകും എന്നാണ് വിശ്വാസം. സൂര്യോദയത്തിന് 1.5 മണിക്കൂർ മുൻപുള്ള ബ്രഹ്മമുഹൂർത്തത്തിലെ സ്നാനം അതീവ ഫലം നൽകുന്നു. ഗംഗ, നർമ്മദ, കാവേരി എന്നീ പുണ്യനദികളിലെ ജലം ബ്രഹ്മമുഹൂർത്ത സമയത്ത് എല്ലാ ജലാശയങ്ങളിലൂടെയും ഒഴുകിപ്പോകുന്നുണ്ട്. കുളിക്കുന്നതിന് മുൻപ് ഒരു കൈക്കുമ്പിൾ ജലമെടുത്ത് ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലാസ്മിൻ സന്നിധിം കുരു എന്ന് ജപിച്ച് കുളിക്കുന്ന ജലത്തിലേക്ക് ഒഴിക്കണം. ഈ പുണ്യനദികളിലെ എല്ലാ സംഗമം ഈ ജലത്തിലും ഉണ്ടായി ഈ ജലവും പുണ്യമായി തീരട്ടെ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ആ സമയത്ത് കുളിച്ചു വിളക്ക് കൊളുത്തി സൂര്യനെ നമസ്കരിച്ച് ആദിത്യ ഹൃദയവും കൃഷ്ണ വിഷ്ണു മന്ത്രങ്ങളും വൈശാഖമാസം കഴിയുന്നതുവരെ ജപിക്കുന്നത് നല്ലതാണ്. ഏവർക്കും അക്ഷയ തൃതീയ ആശംസകളോടെ നിർത്തുന്നു. നമസ്തേ.